ഗുഡ് മോർണിംഗ് ഡോക്ടേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ അരുൺ ഉമ്മൻ. അദ്ദേഹം കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ്. ഇന്നത്തെ വിഷയം ട്രോമാറ്റിക് ഇഞ്ചുറീസ് ആണ്. ട്രോമാറ്റിക് ഇഞ്ചുറീസ് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്ക് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുന്ന അപകടങ്ങളെയാണ് നമ്മൾ ആക്സിഡൻറ്റ്സ് എന്ന് പറയുക. അങ്ങനെ പലതരത്തിലുള്ള ആക്സിഡൻറ്റ്സ് നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്നു. ഒരു ശ്രദ്ധക്കുറവ്, ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് ആർക്കും ആക്സിഡൻസിൽ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആക്സിഡൻസ് പറയുമ്പോൾ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആവാം, വാഹനങ്ങൾ ഇടിച്ച് റോഡിലുണ്ടാകുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, അതല്ലെങ്കിൽ പണിസ്ഥലത്തുണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്. ഇതെല്ലാം ഒരു പക്ഷേ ഒരു ന്യൂറോ സർജൻ്റെ പെർവ്യൂവിൽ വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. ആക്സിഡൻറ്റ്സ്, ട്രോമ, അതുപോലുള്ള ഇഷ്യൂസിൽ ഒരു ന്യൂറോ സർജൻ്റെ റോൾ എന്താണ്, അവർക്ക് എന്താണ് അതിനകത്ത് ചെയ്യാനുണ്ടാവുക, അതുപോലെ ഒരു ആക്സിഡൻറ്റ് സൈറ്റിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഡോക്ടറോട് സംസാരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു. നമ്മുടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആക്സിഡൻറ്റ്സ് എങ്ങനെ ഉണ്ടാവുന്നു, അതൊക്കെയാണ് നമ്മുടെ വിഷയം. ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ താങ്കളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഏതൊക്കെ തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് ആണ്? ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സാറിന് ഉള്ള സീരിയസ് ഇഞ്ചുറീസ് ഉണ്ടാക്കുന്നതും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ആണ്. പിന്നെ ഉള്ള കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ വർക്ക് സൈറ്റ് ഇഞ്ചുറീസ്. ഒത്തിരി ബിൽഡിങ്സ് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ പല സ്ഥലത്തും പല ബിൽഡിങ്സും പണിയുന്നുണ്ട്. അവിടെ നിന്നുള്ള വർക്ക് സൈറ്റ് ഇഞ്ചുറീസ് അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. പിന്നെ സാറിന് കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ആക്സിഡൻസും, പിന്നെ ഈ തെന്നി വീഴുക, അങ്ങനത്തെ കുറേ ഡൊമസ്റ്റിക് പ്രോബ്ലംസാണ് ഉണ്ടാകുന്നത്. പിന്നെ സ്പോർട്സ് ഇഞ്ചുറീസും കാണാറുണ്ട്. പിന്നെ കുറച്ച് റെയറായിട്ട് കാണാറുള്ള, അപൂർവമായിട്ട് കാണാറുള്ള പ്രോബ്ലംസ് ഈ അസോൾട്ട്, പിന്നെ ഈ കലാമിറ്റീസ് വരുമ്പം, പിന്നെ എന്തെങ്കിലും ഗ്യാങ് വയർ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയും കുറേ പേഷ്യൻസൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടും ഏറ്റവും ഒരു വളരെ ഗൗരവമായിട്ട് കാണുന്നത് പ്രോബ്ലംസും മോസ്റ്റ്ലി ഇത് റോഡ് ട്രാഫിക് ആക്സിഡൻസും പിന്നെ ഈ വർക്ക് സൈറ്റ് ഇഞ്ചുറീസുമാണ്. ഈ ആക്സിഡൻസ് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം. അപ്പം ആക്സിഡൻറ്റ് കൈകാര്യം ചെയ്യുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ട്രോമ കെയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പല ഹോസ്പിറ്റലുകളിലും നിലവിലുണ്ട്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ ട്രോമ കെയർ സിസ്റ്റത്തിൻ്റെ നിലവാരം എന്താണ്? ട്രോമ കെയർ ഹാൻഡിൽ ചെയ്യാവുന്ന നിലവാരമുള്ള ഹോസ്പിറ്റൽസ് വളരെയധികം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പം പുതിയ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. ഓരോ ഹോസ്പിറ്റൽസും അതിൻ്റെ നിലവാരം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രോമ ഹാൻഡിൽ ചെയ്യാവുന്ന, ശരിക്കും ട്രോമ ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമുള്ള സാധനം വെച്ചാൽ ഒരു ഫുൾ ഫ്ലെജ് കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാവുന്ന കാഷ്വാലിറ്റി, അവിടെ ഒരു സ്റ്റാഫ്, ട്രെയിൻഡ് സ്റ്റാഫ്, അതിൻ്റെ ഡോക്ടേഴ്സ്, അതൊക്കെ വേണം. പിന്നെ അതിൻ്റെ ഓരോ ട്രോമയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഡിഫറെൻറ്റ് കൺസൾട്ടൻസ് എന്ന് വെച്ചാൽ ജനറൽ സർജനാണ് മെയിനായിട്ട് ഏത് ട്രോമയുടെ മെയിനായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ടീം ലീഡർ ഒരു ട്രോമ കെയറിൽ. ജനറൽ സർജൻ, പിന്നെ ന്യൂറോ സർജൻ, പിന്നെ ഓർത്തോപെഡിക് സർജൻ, പിന്നെ കാർഡിയോതോറാസിക് സർജൻസ്, പിന്നെ ENT സർജൻസ് ഉണ്ട്, ഒഫ്താൽമിക് സർജൻസ് ഉണ്ട്, അങ്ങനെ പിന്നെ മാക്സിലോഫേഷ്യൽ സർജൻസ് ഉണ്ട്. കൂടാതെ ഇവർക്ക് സപ്പോർട്ടീവ് കെയർ കൊടുക്കുന്ന ക്രിട്ടിക്കൽ കെയർ ഗ്രൂപ്പും അനസ്തെറ്റിസ്റ്റൊക്കെ, അങ്ങനെ ഇത്രയും ഗ്രൂപ്പുകൾ, ഒരു ടീമാണ് ശരിക്കും ഒരു ട്രോമ കെയറിന് ആവശ്യമുള്ള ഡോക്ടേഴ്സ്. പിന്നെയുള്ള അതിന് ട്രെയിൻഡ് സ്റ്റാഫ്, പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, പിന്നെ ഒരു ഫുൾ ഫ്ലെജ് ICU പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യാനും അവർക്ക് ലൈഫ് സപ്പോർട്ട്സ് കൊടുക്കാനുള്ള ഒരു മോണിറ്ററിങ് ഫെസിലിറ്റിയും, അതിനനുസരിച്ചുള്ള വെന്റിലേറ്റർ സപ്പോർട്ടും, അങ്ങനെയുള്ള അതിൻ്റെ ബാക്കി എല്ലാ സജ്ജീകരണമുള്ള ഒരു ICU, പിന്നെ ഒരു ഫുൾ ഫ്ലെജ് എക്സ്ക്ലൂസീവ് തിയേറ്റർ. ഇത്രയും സജ്ജീകരണമാണ് സാറിന് മിനിമം ഒരു ട്രോമ കെയറിന് ആവശ്യമുള്ളത്. അത്രയും സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ ധാരാളം ഉണ്ട്. അപ്പം ട്രോമ കെയർ കൊടുക്കാനുള്ള സൗകര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കേരളം ശരിക്കും വളരെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് അറ്റ് പ്രസൻറ്റ്. ഒരു ട്രോമ കേസ് കിട്ടിയാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം ഡോക്ടറുടെ കാര്യം, അത് വളരെ സിഗ്നിഫിക്കൻ്റ് ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോമ കെയർ വരുമ്പോഴേക്കും, ഒരു പേഷ്യൻ്റ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, പിന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ, കണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആവും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർക്ക് എന്താ ചെയ്യണം എന്നുള്ളത് അവരുടെ നല്ല ഉദ്ദേശത്തോടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പേഷ്യൻ്റ് എങ്ങനെയെങ്കിലും എടുത്തിട്ട് അടുത്ത വണ്ടിയിൽ പിടിച്ച് നിർത്തുക, കൊണ്ടിടുക. ആക്ച്വലി അങ്ങനെയല്ല നമ്മളൊരു ട്രോമ പേഷ്യനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാരണം നമുക്കറിയില്ല ഒരു പേഷ്യൻ്റ് എന്താണ്, ശരിക്കും എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത്രയും കെയർഫുള്ളായിട്ട് വേണം നമുക്ക് ഒരു ട്രോമ സംഭവിച്ചിരിക്കുന്ന ഒരു വിക്ടിമിനെ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം.
ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാൻഡ്ലിംഗ് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു ഫ്രാക്ചർ എന്തെങ്കിലും ചെറിയൊരു ഒടിവേ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് എടുത്ത് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു പാർഷ്യൽ ഫ്രാക്ചർ അത് കംപ്ലീറ്റ് ഫ്രാക്ചർ ആയി നിൽക്കാം. അല്ലെങ്കിൽ നമുക്കറിയില്ല കഴുത്തിൽ എന്തെങ്കിലും ഒരു ഉളുക്ക് പോലെ കാണും, പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പം പേഷ്യൻറ്റിനെ പെട്ടെന്ന് എടുത്ത് കൈ എടുത്തൊരു ഒറ്റ വലി പൊക്കുമ്പോഴേക്കും തല ഇങ്ങനെ ഡാങ്കിളി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് നമ്മുടെ സുഷുപ്ത നാഡിക്ക് ഇഞ്ചുറിയൊക്കെ വരാം, പാരലൈസ് ഉണ്ടാകും ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ മോശം കൊണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഞരമായി എന്തെങ്കിലും രക്തക്കുഴലിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടെന്ന് വിചാരിച്ചു, ചെറിയ ഇഞ്ചുറി ആയിരിക്കും, പക്ഷെ നമ്മുടെ ഹാൻഡ്ലിംഗ് കാരണം ആ ഇഞ്ചുറി വളരെ മേജറായി. അപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് ഒരു കാര്യം. അപ്പോൾ ശരിക്കും ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ വളരെ കെയർഫുൾ ആയിരിക്കും. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മളൊക്കെ ഹെഡ് സപ്പോർട്ട് ചെയ്ത് കൈ സപ്പോർട്ട് ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ആ വാഹനത്തിലോട്ട് കയറ്റാനും അത് മൂവ് ചെയ്യാനും. പിന്നെ അതുമാത്രമല്ല എന്തെങ്കിലും ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാമാന്യ വൃത്തിയുള്ള ഒരു തുണി എന്തെങ്കിലും വെച്ച് അത് ആ ബ്ലീഡിങ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് തൽക്കാലം ഒന്ന് കെട്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും കുറച്ചും കൂടി ആ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റും. നമ്മൾ ആശുപത്രി എത്തുന്നവരെ പേഷ്യൻ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ യാത്ര ചെയ്യുമ്പം സ്പീഡിൽ തന്നെ പോകണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം വളരെ റാഷായിട്ട് ഈ കുഴിയിലൂടെയൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ ഈ വളരെ മോശമായ റോഡിലൂടെ ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ തന്നെ പോകണം. അത് സാധാരണ രീതിയിൽ അത് ശ്രദ്ധിക്കത്തില്ല. ഒരു എങ്ങനെയെങ്കിലും എക്സൈറ്റ്മെൻറ്റിൽ അവർ അങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ആവശ്യമാണ്. ഞാൻ ഇത് എൻ്റെ ഒരു ചോദ്യമാണ്. അതായത് പല ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ വായിക്കുന്ന സ്റ്റോറീസ് അല്ല, ഈ റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ ട്രോമാറ്റിക് ആക്സിഡൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പാരാമെഡിക്സ് അവരെ ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടത്തിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആ ട്രാൻസിറ്റിൽ ഈ പേഷ്യൻറ്റിൻ്റെ ബോധം പോകാത്ത വിധത്തിൽ അവരോട് സംസാരിച്ചിരിക്കുമെന്നൊക്കെ വായിച്ച് കണ്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അതിൽ വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. പേഷ്യൻ്റ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യിപ്പിച്ച് ടെൻഷൻ കൊടുക്കല്ലേ, എപ്പോഴും സമാധാനമായിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വളരെ ഒരു റിലാക്സ്ഡ് മൂഡ് കൊടുക്കാൻ വേണം. അങ്ങനെ സംസാരിച്ച് എപ്പോഴും അവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ചെറിയ ഈ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ചിലപ്പം ഒരു മൈനർ ബ്ലീഡിങ് ചിലപ്പം കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പേഷ്യൻ്റ് എപ്പോഴും വളരെ കംഫർട്ടബിൾ ആക്കുക, കുഴപ്പമൊന്നുമില്ല സാരമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് വളരെ പീസ്ഫുൾ ആയിട്ട് അവരെ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒത്തിരി അങ്ങോട്ട് സംസാരിച്ച് അവരെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ബേസിക്കലി ചില പെയിൻ കാണുമായിരിക്കും. ഓഫ്കോഴ്സ് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ നല്ല പെയിൻ കാര്യമായിരിക്കും. ആ സമയത്ത് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഇതാണ്. റിലാക്സ്ഡ് ആയിട്ട് അവരോട് വളരെ പീസ്ഫുൾ ആയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് എത്തിക്കാൻ, അതാണ് ഏറ്റവും നല്ല രീതി. അപ്പോൾ നമ്മൾ ഈ ട്രോമ അല്ലെങ്കിൽ ആക്സിഡൻസിൽ ആകാവുന്ന അല്ലെങ്കിൽ മരണകാരണമായേക്കാവുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഈ ട്രോമയും കൊണ്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യങ് ഏജ് ഗ്രൂപ്പാണ്. ഈ 15 മുതൽ ഒരു 30-35 വയസ്സ് വരെ ആ ഏരിയയിലുള്ള ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇതിനുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ട്രോമ കൊണ്ട് അഫക്റ്റ് ആവുന്നതും അതിൽ നിന്ന് മരണപ്പെടുന്നതും. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ട്രോമ പ്രിവെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയും ഒരാളുടെ പ്രൈം ഏജിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും വളരെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രൈം ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ച് ഒരു ലെവലിലേക്ക് എത്തി ഒരു നല്ല ജോലിയൊക്കെ ആയി ഒരു കുടുംബമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഏജാണ് ഈ 15 മുതൽ 35 വയസ്സുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഏജ് ഗ്രൂപ്പാണ് ഈ ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാകുന്നത് ഈ ഇതുപോലെ റോഡ് ട്രാഫിക് ആക്സിഡൻസും അല്ല മറ്റേ വർക്ക് സൈഡ് ഇഞ്ചുറി. സ്വാഭാവികമായിട്ടും മെയിൽസിലാണ് കൂടുതൽ, ആണുങ്ങളാണ് കൂടുതൽ പെൺസികളെക്കാളും. പിന്നെ ഇത് മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണം ഒരു ട്രോമയിലും ഏറ്റവും കൂടുതൽ ഹെഡ് ഇഞ്ചുറി തന്നെയാണ്. ഹെഡ് ഇഞ്ചുറിയാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കാവുന്ന കാരണം. പിന്നെ ഉണ്ടാകാവുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തം മാറുന്ന ഒരു എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ഉണ്ട്, ഈ രക്തമാണ് അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രക്തമാണ് നഷ്ടപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും വളരെയധികം രക്തം നഷ്ടപ്പെട്ട് പലർക്കും അത് അടുത്ത വേറൊരു കാരണം. പിന്നെയുള്ള മരണകാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പെൻട്രേറ്റ് ചെയ്യുക ലങ്സിലോട്ടോ ഹാർട്ടിലോട്ടോ കഴുത്തിലോട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പെൻട്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കുത്തിക്കയറുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതും വളരെ കോമൺ ആയിട്ട് ഉള്ള ഒരു മരണകാരണമാണ്. ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പ്രായത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ ലൈഫിന്റെ ഒരു പ്രൈമിൽ നിൽക്കുന്നവർക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു വലിയൊരു സോഷ്യൽ പ്രൈം എന്ന് വെച്ചാൽ അവരെ ആശ്രയിച്ച് ഒത്തിരി പേരുണ്ട്. കാരണം ആ ഒരു പ്രൈമിൽ അവർ ജോലി തുടങ്ങി അവർ വളരെ ആക്റ്റീവായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ ഏജ്. അപ്പോൾ അത് അവരെ ആശ്രയിച്ച് അവരുടെ ഒരു ഫാമിലി ഉണ്ട്, അവരുടെ ചിലപ്പോൾ പേരൻസ് അങ്ങനെ ഒത്തിരി പേര് ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഇപ്പം ട്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ ഹെൽത്തി ഒരാൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്കാണ് ഉണ്ടാകുന്നത്, പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ കാൽക്കുലേഷൻസ് അവരുടെ ആസ്പിറേഷൻ അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് നിന്ന് പോവാണ്.
അപ്പം അതിനൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും അസുഖം, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറോസിസ് അല്ലെങ്കിൽ ഒരു ഈ കിഡ്നി പ്രോബ്ലംസ്, ഇവരൊക്കെ ആണെങ്കിൽ അത് വളരെ സീരിയസ് ആണെങ്കിൽ നമുക്കൊരു സമയമുണ്ട് ഒരു പേഷ്യൻ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റിന് സമയമുണ്ട്, അതനുസരിച്ചുള്ള ലൈഫിലുള്ള ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ സമയമുണ്ട്. പക്ഷേ ട്രോമ കാരണം ഉണ്ടാകുന്ന ഇതെന്ന് പറഞ്ഞാൽ സഡൻ ആണ്. അപ്പോൾ സഡൻ ഒരു ഫുൾ സ്റ്റോപ്പ് പോലെയാണ്. അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സംഭവിക്കുന്ന വെച്ചാൽ അത് നമ്മൾ ന്യൂറോ സയൻസ് നമുക്ക് പലരുടെയും ലൈഫ് കാണുന്നതാണ്. ഒരു നിമിഷം കൊണ്ടാണ് അവരില്ലാതാവണേ. അവർ നിൽക്കുന്ന ഇപ്പോൾ പല സ്വപ്നങ്ങളും വെച്ച് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ സ്വപ്നങ്ങൾ പലതും ആ ഒരു നിമിഷം കൊണ്ട് നിന്ന് പോകുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് വരാം. അതിനുമ്പ് ഒരു ചോദ്യം ചോദിച്ചോളൂ. ഒരു ഹെഡ് ഇഞ്ചുറി ഉള്ള ഒരു പേഷ്യൻ്റ്, ഹെഡ് ഇഞ്ചുറി ആണല്ലോ കൂടുതലും മരണ കാരണമാകുന്നത്. ഹെഡ് ഇഞ്ചുറി ഉള്ള ഒരു പേഷ്യൻ്റ് ട്രോമയിൽ ഒരു ആക്സിഡന്റ് കേസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഏത് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പേഷ്യൻ്റെ ഈ ശ്വസിക്കുന്ന അത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഈ പെട്ടെന്ന് ഹെഡ് ഇഞ്ചുറി വരുമ്പോഴേക്കും പെട്ടെന്ന് ബ്ലീഡിങ് ഒക്കെ വന്ന് നമ്മുടെ വായിക്കൂടെ ഒക്കെ വന്ന് ചിലപ്പോൾ ലങ്സിലോട്ടൊക്കെ പോകും. അപ്പം എപ്പോഴും എയർ നമ്മുടെ ഓക്സിജനേഷൻ നമ്മുടെ ശ്വസിക്കാനുള്ള അത് എപ്പോഴും ശ്വാസം കറക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങണം. പിന്നെ പേഷ്യൻ്റ് ബ്രീതിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും ബ്ലഡ് പ്രഷർ എന്തെങ്കിലും കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം നോക്കണം. കാരണം ഇതെല്ലാം ഒരു ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും അതിൻ്റെ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ ന്യൂട്രീഷൻ എന്ന് പറയാന്ന് വെച്ചാൽ ഇത് അനുസരിച്ച് ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ട ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ബ്രെയിൻ ഡെഡ് ആകാൻ സാധ്യതയുണ്ട് കറക്റ്റായിട്ട് ആ സമയത്ത്. കാരണം ഒരു ബ്രെയിൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാശം സംഭവിക്കാനുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം കൂടെ നമ്മൾ അതിന് തിരിച്ച് റിവൈവ് ചെയ്തെടുക്കണം, തിരിച്ച് കൊണ്ടുവരണം ബ്രെയിനിലെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ അതുപോലെ ഈ എയർവേ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുക. എയർവേ എന്ന് വെച്ചാൽ വേറെ വായിക്കോടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ചെയ്യുക. ചിലപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒരു ട്യൂബൊക്കെ ഇട്ട് ഒരു വെന്റിലേറ്ററെ കണക്ട് ചെയ്ത് ശ്വാസം ശരിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. പലപ്പോഴും സ്കാനുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലപ്പോഴും സ്കാൻസ് എടുക്കാറുണ്ട്. കൂടുതലായും സ്കാൻസ് എടുക്കേണ്ടത് ഈ ഹെഡ് ഇഞ്ചുറീസിലാണ്. ഇപ്പം സ്കാൻ എടുക്കുകയും അതിനകത്ത് ഒരു ക്ലോട്ട് ഉണ്ടെന്ന് കാണുന്നത് ഇപ്പം നൂതനമായ ഒരുപാട് ടെക്നിക്സ് നമ്മൾ എടുക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? നമുക്ക് തുറന്നുള്ള സർജറി ആണോ അതോ ആസ്പിറേറ്റ് ചെയ്യുന്നതാണ്? ഡിപ്പെൻസ്. തുറന്നുള്ള ഇപ്പം ഒരു ലാർജ് ഏരിയ കവർ ചെയ്യുകയാണെങ്കിൽ തുറന്നുള്ള സർജറിയാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. എസ്പെഷ്യലി അക്യൂട്ട് ബ്ലീഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ സോളിഡ് ബ്ലഡ് ആയിരിക്കും. അപ്പോൾ സോളിഡ് ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കീ ഹോളിലൂടെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ ഓപ്പൺ സർജറി തന്നെയാണ് നല്ലത്. പിന്നെ പല ഇഞ്ചറീസ് വരാറുണ്ട്. ഈ ഓപ്പൺ സർജറി അല്ലാതെ പല ഇഞ്ചറീസ് സ്കൾ ഫ്രാക്ചർ മാത്രമായിരിക്കും. അപ്പോൾ സ്കൾ റിപ്പയർ ചെയ്യുന്ന പ്ലേറ്റ് വെച്ച് ഫിക്സ് ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ ട്രോമ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞാൽ വളരെയധികം ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉള്ള സാധനമാണ്. അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതിനൊരു പ്രിവെൻഷൻ്റെ തലത്തിൽ സമീപിക്കുകയാണെങ്കിൽ എന്തൊക്കെ സജഷൻസ് പറയാനുണ്ടാവും? ഇപ്പം ട്രോമ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു മേജർ പ്രോബ്ലമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് വെച്ചാൽ ട്രോമ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അത് ഏറ്റവും 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹെൽമെറ്റ് ബൈക്ക് ഓടിക്കുന്നവർക്ക് ഹെൽമെറ്റ് കമ്പൾസറി ആക്കുക. രണ്ടാമത്തേത് കാറിൽ ഓടിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് കമ്പൾസറി ആക്കുക. മൂന്നാമത്തേത് ആൽക്കഹോൾ ഡ്രൈവിംഗ് സ്ട്രാപ്പ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക. ഇത് 3 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരിക്കും കാരണം ഇടയ്ക്കൊരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വളരെയധികം ഈ ട്രോമ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50% കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിൻ്റെ കണ്ടീഷൻ ഒന്ന് വളരെ ചെയ്യണം. കാരണം ഈ ഒരു ബൈക്ക് ഓടിച്ച് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരു കുഴി ചാടുകയാണെങ്കിൽ അയാൾ വീഴാം. ഫോർ എക്സാമ്പിൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തലയിലോട്ട് എവിടെയെങ്കിലും സ്ലാബോ എവിടെയെങ്കിലും തലയിടിച്ചാൽ മതി, വളരെ സീരിയസ് ഇഞ്ചുറി ഉണ്ടാവാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്പീഡ് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒത്തിരി പലപ്പോഴും ഒരു മൈനർ ഇഞ്ചറി മേജർ ഇഞ്ചറി ആണ് എക്സസ് സ്പീഡ് കൊണ്ട് മാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡിൻ്റെ എക്സസ് ട്രാഫിക് ഉള്ളത് സത്യമാണ്. പക്ഷേ ഒരു ലൈൻ ട്രാഫിക് എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഒത്തിരി ഈ സീരിയസ് ഇഞ്ചറീസ് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. പിന്നെ വർക്ക് സൈഡ് ഇഞ്ചറീസ് കുറയ്ക്കണമെങ്കിൽ അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ് ഒത്തിരി നമ്മൾ എൻഫോഴ്സ് ചെയ്യണം. വളരെ എല്ലാ വർക്കേഴ്സിനും അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഇല്ല, അതാരും ശ്രദ്ധിക്കാറില്ല. അത് വളരെ
അത് വലിയൊരു സങ്കടമുള്ള ഒരു കാര്യമാണ്. നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യണം ശരിക്കും. അത് ഹെൽമെറ്റ് മാത്രമല്ല, ശരിക്കും ഒരു കയറിട്ട് ഫോസും അവരുടെ ജാക്കറ്റ്, അങ്ങനെ വളരെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു വർക്ക് സൈറ്റ് ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്യാനുള്ള. അതൊന്നും ചെയ്യാറില്ല. കാരണം അതിനുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് വളരെ, അത് ശരിക്കും ചെയ്യേണ്ടതാണ്. നേരത്തെ ഞാൻ ഒരു ട്രോമ കെയർ സെൻറ്റർ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ട്രോമ കെയർ സെൻ്ററുകളുടെ നിലവാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഇവിടെ അത്യാവശ്യം നല്ല നിലവാരമുള്ള ട്രോമ കെയർ സെൻ്ററുകൾ ഇഷ്ടംപോലെ ഉണ്ട്, പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാലും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മളെ ട്രോമ കെയറിനെ അതിൻ്റെ നിലവാരത്തെ ഉയർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ ഹോസ്പിറ്റൽസിനെയും അതിൻ്റെ ട്രെയിൻഡ് സ്റ്റാഫും ഡോക്ടേഴ്സിനും നിലവാരം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് തന്നെയാണെന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒന്ന് മേജർ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് സൈറ്റിലുള്ള നമ്മൾ എങ്ങനെ ഒരു വിക്ടിമിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്, അത് ഈ ജനങ്ങളെ ഉള്ള ഒരു അവയർനെസ്, അത് നമ്മൾ വളരെ പിന്നോക്കമാണ്. അത് പലർക്കും അത് അറിയത്തില്ല. എങ്ങനെയാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് രോഗിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. അത് വളരെ കെയർഫുള്ളായിട്ടും അതിൻ്റെ വളരെ ഒരു സത്യമായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സമയത്ത്, ആ ഒരു സമയത്ത് രോഗിനെ കറക്റ്റ് എത്തിക്കണം. കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് രീതിയിൽ ട്രീറ്റ് ചെയ്ത ട്രോമ വളരെ നല്ല റിസൾട്ട്. കാരണം അവർ വളരെ ഹെൽത്തി ആൾക്കാരായിരിക്കും മജോറിറ്റി ആൾക്കാരും. അപ്പോൾ അവർക്ക് നല്ല കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റെസ്പോൺസാണ്. ഒരു 90-95% പേഷ്യൻസ് നല്ല റിക്കവറി തന്നെ ഉണ്ടാവും. അപ്പം അത് കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ളത്. നമുക്ക് ഇവിടുത്തെ ട്രാഫിക് പ്രോബ്ലംസ് വളരെ ഗുരുതരമാണ്. ഒരു ആംബുലൻസിന് വന്നാൽ നമ്മൾ വഴി കൊടുക്കാറുണ്ട്, എന്നാലും അത് ശരിക്കും അത് പോരാ. പിന്നെ നമ്മുടെ പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു എയർ ലിഫ്റ്റിംഗ് ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിൽ ഒരു എയർ ലിഫ്റ്റിംഗ് ചെയ്തിരുന്നു. അത് വലിയ ന്യൂസ് ആയിരുന്നു. പക്ഷേ ആക്ച്വലി അത് ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അത് വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്, വളരെ കോമൺ ആയിട്ട് നടക്കുന്ന സംഭവമാണ്. ഏത് വിക്ടിമിനും ഇങ്ങനെ വന്നാലും ഹെലികോപ്റ്ററിൽ അവർ വേണ്ട സ്ഥലത്ത് എത്തിക്കാന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ അതൊരു വലിയൊരു വാർത്തയായി. പക്ഷേ അത് ഡെവലപ്ഡ് കൺട്രീസ് അത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ രോഗിനെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കുക എന്നുള്ളതും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് ഉള്ള ഇഞ്ചറി കൂടുതൽ വഷളായിരിക്കാതും അത് വന്ന ഇഞ്ചറീനെ തിരിച്ച് ട്രീറ്റ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യുക അത്രയും നല്ലത്. ആ ഒരു ടൈം ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇംപ്രൂവ് ചെയ്യുക, എനിത്തിങ് ടു ബി ഇംപ്രൂവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു വലിയൊരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ. അതെ, ഫൈനാൻസ് ആണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പം നടക്കുന്ന ഒരു സംഭവമാണ്. സാമ്പത്തിക എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടും നല്ല കാശുള്ളവന് നല്ല ട്രീറ്റ്മെൻറ്റ്, അല്ലാത്തവർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതാണ് ഇവിടുത്തെ നമ്മുടെ സംഭവം. ഇത് ബേസിക്കലി ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റ് ഏത് രാജ്യങ്ങളായാലും ഡെവലപ്പ് ഓസ്ട്രേലിയ, യൂറോപ്പ്, അവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ട്രോമ, ഈ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ വർക്ക് സൈറ്റ് ഇഞ്ചറി വരാൻ പാടില്ല, അത് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത് റൂൾസാണ്. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അവർ ട്രീറ്റ് ചെയ്യുക, ആ രോഗീനെ തുടക്കം മുതൽ അവസാനം വരെ റീഹാബിലിറ്റേഷൻ വരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ ആരും കുറ്റമൊന്നുമില്ലല്ലോ, എല്ലാവരും സംഭവിച്ചു പോകുന്നു. അത് ആർക്കും സംഭവിക്കാം, ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതിൽ സംഭവിച്ചു. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം അത് എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെ പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം പലപ്പോഴും ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇതും വളരെ കൂടുതലായിരിക്കും. നല്ല എക്സലൻറ്റ് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പല ആസ്പെക്ട്സ് ഉണ്ട്. അത് വളരെ ഫൈനാൻഷ്യൽ എക്സ്പെൻസീവ് ആണ്. അപ്പം ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ രോഗികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ഇറസ്പെക്റ്റീവായിട്ട് തന്നെ അവർക്ക് എല്ലാ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു സമ്പ്രദായം നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ അത് ശരിക്കും കൊണ്ടുവരാൻ നമുക്കിപ്പം അറിയാം, ഒരു VIP അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ വളരെ ഒരു മന്ത്രി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് വളരെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അവർക്ക് നൽകാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അത് എന്തും കൂടെ സാധാരണ ജനങ്ങൾക്ക് കൊടുത്തുകൂടാ? സാധാരണ ജനങ്ങൾക്ക് അത് അതാണ്. അപ്പം അത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ഫണ്ട് കണ്ടെത്തുള്ളതാണ്. ആ ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫണ്ട് കണ്ടെത്തുന്നത് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പിന്നെ ടാക്സിൻ്റെ ഇപ്പം വളരെ സ്മോൾ ഒരു തുച്ഛമായ എമൗണ്ട് മാത്രമേ നമ്മളിങ്ങനെ ഈ ട്രോമയ്ക്ക് ഈ മെഡിക്കൽ കെയറിന് വേണ്ടി മാറ്റി വെക്കാറുള്ളൂ. അത് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും 30-40-50% ടാക്സാണ് നമ്മൾ ഈ ട്രോമയ്ക്ക് അല്ലെങ്കിൽ ഈ മെഡിക്കൽ കെയറിന് കൊടുക്കണേ. പക്ഷേ ഇവിടെ ഒരു 5% താഴെയാണ്. അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ ഗവൺമെൻറ് കൊടുക്കാറുള്ളൂ. പിന്നെ
പിന്നെ ഫണ്ട് റേസ് ചെയ്യാവുന്ന വെച്ചാൽ ഒന്ന് എല്ലാവരും നിർബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. പിന്നെ എല്ലാവരുടെ വിശ്വാസം എനിക്കൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇമ്പോർട്ടൻസ് ഒന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം എല്ലാ മാസം എത്രയും കൊടുക്കണം, എല്ലാ വർഷം എത്രയും കൊടുക്കണം, ആ കഴിവ് ഒഴിവാക്കാന്നുള്ള രീതിയിൽ പലരും എടുക്കാറില്ല. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. കാരണം നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് വേണം. നല്ല എക്സ്പെൻസ് വേണമെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. പിന്നെ ഗവൺമെൻറ്റിന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ അവരുടെ നമ്മുടെ ഇൻകം ടാക്സിൽ നിന്ന് നല്ലൊരു ശതമാനം അതിനുവേണ്ടി മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അറിയാം, ഒരു പറയുകയാണെങ്കിൽ സെസ് കളക്ട് ചെയ്യാം. നമ്മൾ ഒരു വാഹനം മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സിൻ്റെ ഒരു ശതമാനം അതിന് വേണ്ടി മാറ്റി വെക്കുക. കാരണം എത്ര വാഹനങ്ങളാണ് ഒരു മാസം തോറും നമ്മളിങ്ങനെ മേടിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മൊബൈൽ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മൊബൈൽ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളൊന്നുമില്ല, കോടികളാണ്. അപ്പോൾ ആ ഒരു കണക്ഷനിലെ ഓരോ ബില്ല്, ഇപ്പോൾ കൂടുതൽ ബില്ല് 1% അല്ലെങ്കിൽ 0.5% കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു 10-50 കോടി 100 കോടിയോളം ആ ലെവൽ വരെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എത്രയും മതി, എത്രയും ഫണ്ട് ഉണ്ടെങ്കിൽ ധാരാളമാണ് ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതിനുള്ള എല്ലാ സാധ്യതകളും കൊടുക്കാനും നമുക്ക് സാധിക്കും. പിന്നെ പലരും വേറെ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. അതിന് മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. അല്ലാതെ ഇപ്പം ഫണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾ കാശില്ലാത്തവർ നിങ്ങൾക്ക് ചികിത്സയില്ല, കാശുള്ളവർ വന്നു നല്ല ചികിത്സ ഉണ്ടെന്ന് പറയുന്ന അതൊരു എക്സ്ക്യൂസ് അല്ല. ഇവിടെ നമ്മുടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ഇവിടെ ജനങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ഒരു അവകാശമാണ്. അത് ആർക്കും സംഭവിക്കാം. ഇപ്പം നമ്മുടെ സാമ്പത്തിക ഇത് നോക്കിയിട്ട് അവർക്ക് മാത്രം അവകാശം, അല്ലാത്തവർക്ക് അവകാശമില്ലെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ നേരത്തെ പറഞ്ഞു, ഈ ആക്സിഡൻറ്റ് വയ്ക്കുന്നത് വളരെ ഹെൽത്തി ആൾക്കാരാണ്, വണ്ടിയൊക്കെ ഓടിച്ച് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആൾക്കാർക്കാണ് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ തിരിച്ച് കൊണ്ടുവരുന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ലോങ് ടേം നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിന് നല്ലൊരു ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ബർഡനും ആരാന്ന് നോക്കേണ്ടത് ഫാമിലിക്ക് ഇങ്ങനെ ഒരു ലോങ് സ്റ്റാൻഡിങ് ബർഡനായി മാറും. അതുകൊണ്ട് ആ ഒരു വളരെ എത്രയും പെട്ടെന്ന് എത്ര നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ അരുൺ ഉമ്മൻ, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ന്യൂറോ സർജനാണ്. അദ്ദേഹം വളരെ വിശദമായിട്ട് ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഒരു ട്രോമ കെയർ സെൻറ്ററിൽ സാധാരണ കാണുന്ന കേസുകൾ എന്തൊക്കെയാണ്, ആ കേസുകൾ എവിടെ നിന്നുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞത് പോരാന്ന് വളരെയധികം സമൂഹത്തിൻ്റെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഒരു ട്രോമ ഉണ്ടാവണം, ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടോ, അത് ആരുടെ ഐദർ ദ പാർട്ടീസ് അല്ലേ, കുഴപ്പമുണ്ടാകുന്ന ആളും ആവാം മറ്റേ ആൾക്കും ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ ഒരു അശ്രദ്ധ കാരണം സംഭവിക്കുന്ന ഒരു അപകടമാണ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അതിന് വരുന്ന വിക്ടിമിന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ, അദ്ദേഹം വളരെ എത്രയോ വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും വളരെ അജഗജാന്തരം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ബയസ്ഡ് ആണ്. കാരണം ഒരുപാട് ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും പാവപ്പെട്ട ഒരാൾക്ക് കിട്ടുന്നില്ലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വളരെയധികം സാമൂഹിക ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അതിലെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.